ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഇപ്രകാരം AG നെടുമ്പാശ്ശേരി ഫെലോഷിപ്പ് നടത്തുന്ന ഗുഡ് ന്യൂസ് ഫെലോഷിപ്പിൽ എനിക്കും കടന്നു വരുവാനായിട്ട് സ്വർഗത്തെ ദൈവം ഒരുക്കിയ മുഖാന്തരത്തിനായിട്ട് നന്ദി പറയുന്നു. അതിനായിട്ട് എന്നെ ക്ഷണിച്ച പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം, സഭാവിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ 1993 മുതൽ ബാബു ജോർജ് പാസ്റ്ററും കുടുംബവുമായിട്ട് ഉള്ള സ്നേഹബന്ധം ഞങ്ങൾക്കുണ്ട്. ഫാമിലി ഫ്രണ്ട്സാണ്. ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാനായിട്ട് ദൈവം ഒരുക്കിയല്ലോ, എന്നെ വിളിച്ചു വരുത്തിയല്ലോ. ഞാൻ താമസിക്കുന്ന കോട്ടയത്താണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ കഥ ആദ്യമേ ഒന്ന് പറഞ്ഞതിന് ശേഷം അനേക അത്ഭുത സാക്ഷ്യങ്ങളുടെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്നാനായ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളരുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. 1984 സൗദി അറേബ്യയിലേക്ക് പോയി ജോലിയോടുള്ള ബന്ധത്തിൽ. 1988 ഒരു ദിവസം ഞാൻ രാവിലെ ഡ്രൈവ് ചെയ്ത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ വിൻഷീൽഡിൻ്റെ മുമ്പിൽ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ എയറിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെ 3 പ്രാവശ്യം എഴുതി കാണുവന്ന കോണ് ഇടയായി തീർന്നു. ക്നാനായ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഞാൻ ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ല. അവിടെ എഴുതി കണ്ട സെൻറ്റൻസ് ഇപ്രകാരമായിരുന്നു: ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് ഞാനിങ്ങനെ കണ്ടു 3 പ്രാവശ്യം. അതൊരു അത്ഭുതമായി തോന്നി, അതിശയമായി തോന്നി. വാവ് എന്ന് ഞാൻ പറഞ്ഞു. അത് അപ്രത്യക്ഷമായി. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ബൈബിൾ വായിക്കണമെന്നുള്ള ചിന്ത, ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ബൈബിളില്ല. സൗദി അറേബ്യയിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ ആഗ്രഹം കൊണ്ട് പലരോട് ഞാൻ ചോദിച്ചു, ബൈബിൾ ഉണ്ടോ എന്ന്. എല്ലാവരും ബൈബിളില്ല എന്ന് പറഞ്ഞു. ഒരു മർത്തോമ ഫാമിലി എഞ്ചിനീയർ, കുടുംബമായിട്ട് താമസിക്കുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, ബൈബിൾ ഉണ്ട്, രഹസ്യമായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനത് കൊണ്ടുവന്ന് റൂമിൽ വന്നപ്പോൾ, ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയട്ടെ, ആദ്യമായിട്ട് ബൈബിൾ വായിക്കാൻ എനിക്ക് തോന്നിയത് ഈ ബൈബിളിൻ്റെ സമ്മറി എന്താണ്, തീം എന്താണെന്ന് അറിയുവാനായിട്ട് അവസാനത്തെ ബുക്ക് വായിക്കാം എന്ന് വിചാരിച്ച് വെളിപ്പാട് പുസ്തകം വായിച്ചു. 1, 2, 3 വായിച്ചുകൊണ്ടിരുന്നു. ഒന്നും പിടികിട്ടിയില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചപ്പോൾ അതെനിക്ക് അത്ഭുതമായി തോന്നി. 2 ആഴ്ച മുമ്പ് വായിൽ കണ്ട വാക്യം ബൈബിളിൽ കണ്ടപ്പോൾ അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ദൈവം അത് എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചതാണല്ലോ എന്ന്. അതെന്നെ ഭയപ്പെടുത്തുവാൻ കോമഡിയായി തീർന്നു. മാത്രമല്ല, ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എവിടെയാണ് ജീവൻ്റെ പുസ്തകം? ആരാണ് അതിന് നിന്റെ പേരെഴുതുന്നത്? അതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ആരും ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല എന്ന്. അങ്ങനെ ഫസ്ട്രേറ്റായിട്ട് ജോലിക്ക് പോയി കടന്നു വന്നു. അവസാനം ബൈബിള് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രകാരം ചിന്ത വന്നു, ഇഫ് ദിസ് ഈസ് ഇൻ ദ ബൈബിൾ, റീഡ് ദ ബൈബിൾ. ബൈബിൾ വായിക്കുക, എല്ലാ ആൻസറും ബൈബിളിലുണ്ട്. അങ്ങനെ ഞാൻ ബൈബിള് ആദ്യം മുതൽ വായിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ചു. അപ്പോൾ എനിക്കൊരു സമാധാനം കടന്നു വന്നു, ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ആ മോമെൻ്റാണ് എന്നെ ഞാനാക്കി മാറ്റുവന്നൊക്കെ ഇടയായി തീർന്നത്. അതിനുശേഷം വീട്ടിൽ ബൈബിൾ പല പ്രാവശ്യം വായിച്ചു. ഞങ്ങളുടെ വീട് പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നു കൊടുത്തു. ദൈവം സൂക്ഷിച്ചു ഞങ്ങളെ. വർഷങ്ങൾ കഴിഞ്ഞു പോയി. 2 മക്കൾ ജനിച്ചു. ഒത്തിരി അത്ഭുതങ്ങൾ അതിനിടയ്ക്കുണ്ടായി. 2003 ഞങ്ങൾ സൗദിയിൽ നിന്ന് അമേരിക്കയിൽ കടന്നുപോയി. അവിടെയുള്ള അസോസിയേറ്റ് പാസ്റ്ററായിട്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഹോസ്പേസ് ചാപ്ലനായിട്ട് ജോലി ചെയ്തു വർഷങ്ങൾ. അങ്ങനെ ഹോസ്പേസ് ചാപ്ലനായിട്ട് വർഷങ്ങൾ ജോലി ചെയ്യുമ്പോൾ മരിക്കാറായി കിടക്കുന്ന പേഷ്യൻസ് കൂടുതലും ക്യാൻസർ രോഗികളാണ്. സ്റ്റേജ് 4 രോഗികളൊക്കെയാണ്. ഹോസ്പിറ്റലിൽ തള്ളിയിട്ടുള്ള രോഗികൾ. ഞാൻ എപ്പോൾ എവിടെ ഏത് രോഗിയെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോയാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന, വളരെ ലോങ് അല്ല, ഷോർട്ട് പ്രെയർ, അധികാരത്തോടു കൂടി പ്രാർത്ഥിപ്പാൻ കോമഡിയായി തീർന്നു.
എല്ലാം എന്ന് പറയത്തില്ല, ഒത്തിരി ക്യാൻസർ സ്റ്റേജ് 4 രോഗികൾ സൗഖ്യമായി. അവരെ ഞങ്ങളുടെ ഹോസ്പൈസ് കെയറിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നഴ്സിംഗ് ഹോമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 ഒരു ദിവസം നോർമൽ മെഡിക്കൽ ചെക്കപ്പിന്, ആനുവൽ ചെക്കപ്പിന് ഞാൻ പോയപ്പോൾ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് PSA 4 എന്ന് കണ്ടു. 4 നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു യൂറോളജി ഡോക്ടറെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. യൂറോളജി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എൻ്റെ ഇൻഷുറൻസ് അപ്രൂവ് ആയെങ്കിൽ മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ, ചെക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ടേക്ക് യുവർ ടൈം, നോ പ്രോബ്ലം എന്ന് പറയുവാൻ നോക്കുമ്പോഴായി തീർന്നു. അങ്ങനെ ആഴ്ചകൾ മുന്നോട്ട് പോയി. 2-3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, വൈഫ് നേഴ്സാണ്, വൈഫ് പറഞ്ഞു, എന്നാൽ വീണ്ടും ഒരു ബ്ലഡ് വർക്കും കൂടെ ചെയ്തുകൂടെ? അപ്പം വീണ്ടും ബ്ലഡ് വർക്ക് ഒന്നോടെ ചെയ്തപ്പോൾ 4 എന്നുള്ളത് 16 3 ആഴ്ച കൊണ്ട് 16 ആയത് നോർമൽ അല്ല. അതുകൊണ്ട് വൈഫിന് മെഡിക്കലി അറിയാവുന്നതുകൊണ്ട് ഇച്ചിരി വറി ഉണ്ടായിരുന്നു. വൈഫ് അത് താൻ ജോലി ചെയ്യുന്ന ICUവിലെ ഒരു യൂറോളജി ഡോക്ടറോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിട്, അദ്ദേഹം ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ചെയ്യുന്നു. അദ്ദേഹം ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ റിസൾട്ട് കിട്ടി. സ്റ്റേജ് 3 ക്യാൻസർ ആണെന്ന്. എനിക്ക് സ്റ്റേജ് 3 ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടും ബോഡിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് തമാശയായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉടനെ തന്നെ ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് പോകണം. അദ്ദേഹം റെഫറൻസ് ചെയ്തു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയി. റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് എന്താണ് വേണ്ടത്, വാട്ട് യു വാണ്ട്, സർജറി വേണോ, കീമോ വേണോ, റേഡിയേഷൻ വേണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അല്ല, വേണമെന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. ഞങ്ങൾക്ക് വീട്ടിലൊരു പ്രെയർ റൂമുണ്ട്, അതിന് വാർ റൂം എന്നാണ് പേരിട്ടിരിക്കുന്നത്, വാർ റൂം. അവിടെ പോയി മുട്ടുകുത്തി നോർമൽ സാധാരണ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസറിൻ്റെ സ്പിരിറ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുവാൻ നോക്കുമ്പോഴായി തീർന്നു. വൈകിട്ട് എൻ്റെ വൈഫ് ലീലാമ്മ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ലീലാമ്മയ്ക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞായിരുന്നു ഓൾറെഡി ഞാൻ സ്റ്റേജ് 3 ക്യാൻസർ ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല. എന്നാൽ സമാധാനത്തോടുകൂടി പുള്ളിക്കാരത്തി വന്നു. ഞാൻ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ലീലാമ്മ ചോദിച്ചു, ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു എല്ലാ വിവരങ്ങളും. എനിവേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സമാധാനമുണ്ടായിരുന്നു. വൈഫ് നേഴ്സ്, മോള് ഫാർമസിസ്റ്റ്. അവർ രണ്ടുപേരും എന്നെ ഫോഴ്സ് ചെയ്തു അറ്റ്ലീസ്റ്റ് റേഡിയേഷൻ എടുക്കാൻ പറഞ്ഞു. കാരണം സ്റ്റേജ് 3 ഇതൊരു റാപ്പിഡ് ഗ്രോവിങ് ക്യാൻസറാണ്, പെട്ടെന്ന് ഫോം ചെയ്ത് വലുതാവുന്ന ക്യാൻസറാണ്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, റേഡിയേഷൻ തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് 43 ദിവസം റേഡിയേഷൻ വേണം, ഡെയിലി വന്ന് റേഡിയേഷൻ എടുക്കണം. അപ്പോൾ റേഡിയോളജി ഡോക്ടർ പറഞ്ഞു, ഇത് എടുക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നോസിയ, വൊമിറ്റിംഗ്, പെയിൻ, ബ്ലീഡിങ് ഇങ്ങനെയുള്ളതായ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അത് നോർമലാണ്, ഡോണ്ട് വറി. ഒരാഴ്ച കഴിഞ്ഞു, എനിക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഡോക്ടർ പറഞ്ഞു, ഇല്ല, നെക്സ്റ്റ് വീക്ക് യു വിൽ ഹാവ്, വീണ്ടും നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് വീക്കും കഴിഞ്ഞു, 4 ആഴ്ച കഴിഞ്ഞു, 43 ദിവസവും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ലായിരുന്നു. അത് ഡോക്ടർക്ക് ഒരു അത്ഭുതമായി. ഡോക്ടർ എന്നോട് ചോദിച്ചു, വാട്ട് യു ഹാവ് ഇൻസൈഡ് യുവർ ബോഡി, എനിക്ക് ഒരു സൈഡ് എഫക്ട്സ് ഇല്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രത്യേകതയുണ്ട് എൻ്റെ ശരീരത്തിനകത്ത്, ദർ ഈസ് സംതിങ് സ്പെഷ്യൽ ഇൻ മൈ ഹാർട്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വാട്ട്? ഞാൻ പറഞ്ഞു, ഐ ഹാവ് ജീസസ് ഇൻ മൈ ഹാർട്ട്. ഹല്ലേലൂയ സഹോദരൻ. അദ്ദേഹം ചിരിച്ചു. അതിനുശേഷം എന്നെ ടെസ്റ്റ് ചെയ്തു, എനിക്ക് ക്യാൻസർ ഇല്ല. 3 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ ഇല്ല. 1 വർഷം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ ഇല്ല. ആ ക്യാൻസർ ഡോക്ടർ പറഞ്ഞു, ഇനി എൻ്റെ അടുത്ത് ഇനി വരണ്ട, ഇനി എന്തെങ്കിലും സിംറ്റം തോന്നുകയാണെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2018 മുതൽ
25 ഇന്ന് വരെ എനിക്ക് പറയുവാൻ തക്കോണം കഴിയും, ഞാൻ ക്യാൻസർ ഫ്രീ ആണ്. എനിക്ക് ക്യാൻസർ ഇല്ല. ഇതിനോടകം തന്നെ ഒരു ദിവസം എനിക്ക് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് ബാത്റൂമിൽ പോയി. മൂത്രമൊഴിച്ചതിന് ശേഷം തിരിഞ്ഞപ്പോൾ എൻ്റെ മുട്ട് ആടുന്നു, വലത് കൈ ആടുന്നു, ഷേക്ക് ചെയ്യുന്നു, അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഡോറെ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ സ്ട്രോക്ക് മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ജയം കൽപ്പിച്ച് ഒരു 5 മിനിറ്റ് ഷേക്ക് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം റൂമിൽ വന്നപ്പോൾ വൈഫിനോട് പറഞ്ഞു, എനിക്ക് ബോഡിയിൽ അല്പം ക്ഷീണം തോന്നുന്നു. ക്ഷീണം തോന്നുന്നു പറഞ്ഞപ്പോൾ വൈഫ് ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കൈ നീട്ട്, 2 കൈ നീട്ട്, എൻ്റെ മൂക്കെ പിടിക്ക്, വൈഫിൻ്റെ മൂക്കെ പിടിക്ക്, സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ഒക്കെ ചോദിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ ചെയ്തു. ഒരു കൈ പൊങ്ങുന്നില്ലായിരുന്നു, അപ്പം മറ്റേ കൈ താത്തി കളിപ്പിക്കാനായിട്ട്. അതിനുശേഷം എന്നോട് പറഞ്ഞു, സ്ട്രോക്ക് ആണെങ്കിൽ 3 മണിക്കൂറിനകം ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഐ ആം ഹീൽഡ് ഓൾറെഡി എന്ന് പറഞ്ഞിട്ടും നിർബന്ധത്താൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. MRI, CT സ്കാനും എന്നുവേണ്ട എല്ലാ ടെസ്റ്റും ചെയ്തു. അങ്ങനെ എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും പിറ്റേ ദിവസമേ, ഒരു ദിവസം കഴിഞ്ഞ് തന്നെ റിലീസ് ചെയ്യുള്ളൂ. റിസൾട്ടൊക്കെ വന്ന് വീണ്ടും ചെക്ക് ചെയ്യണം. അന്ന് 5 മണിക്ക് എനിക്ക് ഒരു ഫ്യൂണറൽ സർവീസ് നടത്തണമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് 3 മണിക്ക് അറ്റ്ലീസ്റ്റ് 4 മണിക്കെങ്കിലും പോകണം. സമ്മതിക്കത്തില്ല, ഞാൻ പോയേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ അവർ 4 മണി ആയപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്തു, പോയിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം കാർഡിയോളജി ഡോക്ടറെയും ന്യൂറോ ഡോക്ടറെയും പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അവരെ പോയി കണ്ടു, യാതൊരു കുഴപ്പവുമില്ല, സ്ട്രോക്ക് ഫ്രീ ആണ്. ഞാൻ ദൈവത്തിന് സകല മഹത്വം കൊടുക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഏത് വ്യക്തിയെ ഏത് രീതിയിൽ പിടിക്കണമെന്നുള്ള ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് സൗദി അറേബ്യയിൽ വെച്ച് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിച്ചു എന്ന വചനപ്രകാരം മരുഭൂമിയിൽ വെച്ച് ദൈവം എന്നോട് ഇടപെടുവാൻ, എന്നോട് സംസാരിപ്പെന്നൊക്കെയാണ് ഇടയായി തീർന്നു. അതിനുശേഷം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പാസ്റ്ററായിട്ട്, ചാപ്ലനായിട്ട്, ഹോസ്പിറ്റലിൽ ജോലി വന്നിട്ട് കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രരെ കുപ്പയിൽ നിന്ന് വിളിച്ച് പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുകയും ചെയ്യുന്ന ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാന്നൊക്കെ ദൈവം ഒരുക്കിയത് ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എണ്ണി എണ്ണി പറഞ്ഞാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് നാം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ചെറിയ ടെസ്റ്റ് മണിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നു കൊള്ളട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവ് ഹല്ലേലൂയ വിധവയുടെ വീട്ടിൽ ചെന്നപ്പോൾ എണ്ണ കുറഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. പാത്രം നിന്നു എന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്ന്. ഹല്ലേലൂയ. അതുപോലെയുള്ള ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. സൗദി അറേബ്യയിൽ ഞങ്ങൾ കൂട്ടായ്മ കൂടുമ്പോൾ കൂട്ടായ്മയ്ക്ക് ശേഷം ഊണ് കൊടുക്കും. അപ്പോൾ അരി ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ പാലസിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ചർച്ചിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ചാക്ക് അരി നിങ്ങൾക്ക് തരട്ടേയും ചോദിച്ചു, കൊണ്ടുവരെന്ന് പറഞ്ഞു. ഒരു ചാക്ക് അരി തന്നു. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് കൊടുക്കും, ഊണ് കൊടുക്കും. അരച്ചാക്കായി എല്ലാ ദിവസവും എടുക്കുന്നു, ആരും നോട്ട് ചെയ്യുന്നില്ല. ആ അരച്ചാക്ക് അരി അരച്ചാക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്, അരി കുറയുന്നില്ല. ചില വർഷങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ 2003 ഞങ്ങൾ റിസൈൻ ചെയ്ത് ദൈവത്തിൻ്റെ പ്രത്യേക ആലോചന പ്രകാരം അമേരിക്കയിൽ പോകാനായിട്ട് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഈ അരി ഒരു പ്രത്യേക അരി ആയതുകൊണ്ട് നമുക്ക് ഈ അരി കൂടെ കൊണ്ടുപോകാം. ഹല്ലേലൂയ, സ്തോത്രം. ആ അരി കൊണ്ടുവന്നു, കാരിത്താസിൽ കൊണ്ടുവന്നു. അവിടെയും വിരുന്നുകാർക്ക് എല്ലാം ഈ അരിയിൽ കൊടുക്കുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് അമേരിക്കയിൽ പോയപ്പോൾ ലീലാമ്മയുടെ അമ്മയോട് പറഞ്ഞു, ഈ ചാക്കിലെ അരി ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ഞങ്ങൾ പോകുന്ന ചർച്ചിൽ, കാരിത്താസ് ചർച്ചിൽ വരുമ്പോൾ ഈ അരി കുറേശ്ശെ എടുത്ത് നിങ്ങൾക്ക് 2 വീട്ടിലേക്കും കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പോന്നു. ചില ആഴ്ചകൾ കഴിഞ്ഞു വിളിച്ചു ചോദിക്കാറുണ്ട്, സുഖമായിരിക്കുന്നു എന്നൊക്കെ എന്നും തന്നെ വിളിക്കും. ഒരു ദിവസം അമ്മച്ചിയോട് ചോദിച്ചു, ആ അരി
ചാക്കിലെ അരി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എല്ലാ ആഴ്ചയിലും അരി കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അരി എല്ലാം എടുത്ത് എല്ലാവർക്കും അങ്ങ് പങ്കിട്ട് കൊടുത്തു. അതോടുകൂടി അരിയുടെ അവസ്ഥ തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നും അരി അവിടെ കണ്ടേനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്. മാസ്റ്റർ പറഞ്ഞ പോലെ രക്ഷിക്കുന്ന ദൈവമാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്, പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭുവായിരിക്കാൽ ആ ദൈവത്തെ ജീവനുള്ളവര് ജീവനുള്ള ദേശത്ത് സാക്ഷിയായിട്ട് സാക്ഷീകരിപ്പതൊക്കെ ഇടയായി തീരട്ടെ. ഒരു സാക്ഷി വേറൊരു സാക്ഷിയെ ഉളവാക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് പകൽക്കാലം ഇവിടെ എൻ്റെ സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, സൗഖ്യമുണ്ടെങ്കിൽ, വിടുതലുണ്ടെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ഇടയായി തരുന്നു. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ദൂരം ഒരു വ്യത്യാസമില്ല, ഒരു വിഷയവും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം ദൈവമേ, അങ്ങയുടെ എളിയ ദാസനുള്ള അധികാരത്തില് എന്റെ ശബ്ദം കേൾക്കുന്ന ആരുടെയും ജീവിതത്തില് ഏതെങ്കിലും രോഗത്താലോ ഭാരത്താലോ പ്രയാസത്താലോ സാമ്പത്തിക ബുദ്ധിമുട്ടിനാലോ പ്രയാസപ്പെടുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് രോഗിയിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് വിടുതലുണ്ടാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അറക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചിരിക്കുകയായി സ്തോത്രം, വിടുതൽ തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമൂലം കേൾക്കുമാറാണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.